നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ? ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഈവൻ ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ ഇത് കൂട്ടാം, അടിപൊളിയാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി സവാള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ. പെട്ടെന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇതാണല്ലോ എളുപ്പമെന്ന് ഓർത്താണ് ഇതെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കണ്ട. ഇനി ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പേടിയാണെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പരുവാകുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിഴുപുളി ഉണ്ടല്ലോ, നമ്മുടെ വാളൻ പുളി, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം ഉപ്പും പുളിയും ഒക്കെ നോക്കണം കേട്ടോ. വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കണം. കണ്ടോ, പാനിൽ നിന്ന് തന്നെ ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.